ഉറുമ്പ് അരിമണി കൂട്ടിവെക്കും പോലെ സ്വരുക്കൂട്ടിയ കാശുകൊണ്ടാണ് 1200 സ്ക്വയർ ഫീറ്റിലെ ആഗ്രഹം എന്ന വീട് അമൃത നായർ പൂർത്തീകരിച്ചത്. കൊളാബുകൾ ചെയ്തും പ്രമോഷൻ വീഡിയോകൾ ചെയ്തും സീരിയലുകളിൽ അഭിനയിച്ചും അതിനിടയിൽ ബിസിനസ് ചെയ്തുമെല്ലാം അമൃത ഓരോ കാശും കൂട്ടിവെക്കുകയായിരുന്നു. അങ്ങനെ പണിതെടുത്ത വീട് കാണുവാൻ അമൃതയുടെ കൂട്ടുകാരെല്ലാം ഇപ്പോഴും എത്തുകയാണ്. പാലുകാച്ച് കഴിഞ്ഞ് മണിക്കൂറുകൾക്കിപ്പുറവും അതിഥികൾ എത്തുന്നുണ്ട്. പാലുകാച്ച് ദിവസം എത്താൻ സാധിക്കാതെ പോയവരാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. ബിന്നിയും ഭർത്താവ് നൂബിനും സാജൻ സൂര്യയും പ്രതീക്ഷയും ജോഷ്മയും ജോഷ്മയുടെ വരനും ഗിരിധറും അടക്കം ഗീതാഞ്ജലി എന്ന സീരിയലിൽ അമൃതയ്ക്കൊപ്പം അഭിനയിച്ചവരെല്ലാം പാലുകാച്ചിന് എത്തിയിരുന്നു. കുടുംബവിളക്കിൽ നിന്നും സീരിയൽ നടൻ ആനന്ദ് നാരായണനും ഭാര്യ മിനിയും മകളുമെല്ലാം ആശംസകളുമായി എത്തി. അതേസമയം പരമ്പരയിലൂടെ അമൃതയ്ക്ക് ലഭിച്ച ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ആതിര മാധവ്. എന്നാൽ ആതിരയുമായി ഇപ്പോൾ അമൃതയ്ക്ക് യാതൊരു സുഹൃത്ത് ബന്ധവുമില്ല. ഇവർക്കൊപ്പം റബേക്കയും ഭർത്താവ് ശ്രീജിത്തും നിതിൻ ജേക്ക് ജോസഫും മിഥുനും അനുജൻ അഭിജിത്തുമൊക്കെയാണ് വീട് കാണാനെത്തിയ മറ്റ് അതിഥികൾ. കളിവീട് എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിക്കവെയാണ് റബേക്കയും നിതിനുമായി അമൃത സൗഹൃദത്തിലാവുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് മന്ത്രി ഗണേഷ് കുമാർ അമൃതയുടെ വീട് കാണുവാൻ എത്തിയത്. ആത്മ എന്ന സംഘടനയുടെ നേതാവ് കൂടിയായ ഗണേഷ് കുമാറുമായി അമൃത സീരിയൽ മേഖലയിൽ തനിക്കുണ്ടായ ചില പ്രശ്നങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. കുടുംബവിളക്ക് എന്ന ജനപ്രിയ പരമ്പരയിലെ ശീതൾ എന്ന കഥാപാത്രമായി വന്ന് പ്രേക്ഷക ശ്രദ്ധ നേടിയ അമൃത പരമ്പരയിൽ നിന്നും അധികം വൈകാതെ പിന്മാറിയെങ്കിലും ഇന്നും കുടുംബവിളക്കിലെ ശീതളായി തന്നെയാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവവുമാണ്. വർഷങ്ങളായുള്ള അമൃതയുടെ സ്വപ്നമായിരുന്നു സ്വന്തമായി ഒരു വീട് എന്നത്. സ്വന്തം നാടായ പത്തനാപുരത്താണ് നടി വീട് പണിതത്. നേരത്തെ ഇവിടെ ഒരു ചെറിയ വീടായിരുന്നു ഉണ്ടായിരുന്നത്. പഴയ ആ വീട് പൂർണ്ണമായും പൊളിച്ചുമാറ്റി മണ്ണ് നീക്കിയെടുത്താണ് ഇപ്പോൾ പുത്തൻ വീട് പണിതിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ തുടങ്ങിയ പണിയാണ് 1 വർഷത്തിനിപ്പുറം പൂർത്തിയാക്കിയത്. അതേസമയം വീട് പണിക്കിടെ നിരവധി തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് അമൃതയ്ക്ക്. നീളത്തിലുള്ള പ്ലോട്ട് ആയതിനാൽ തന്നെ വീടിന്റെ വലുപ്പം കുറയ്ക്കുകയും സൈഡിൽ വണ്ടി കൂടിയിടാൻ പാകത്തിന് സ്പേസ് നൽകി നീളത്തിൽ പ്ലാൻ ചെയ്യുകയും ഒക്കെയായിരുന്നു. അതുമാത്രമല്ല, ബജറ്റിൽ ഒതുങ്ങുന്ന ചെറിയ വീടായിരുന്നു അമൃതയുടെ സ്വപ്നം. പല വലിയ വീടുകളും ബിൽഡേഴ്സ് നൽകിയെങ്കിലും തൻ്റെ കയ്യിലൊതുങ്ങുന്ന വീട് തന്നെ മതിയെന്ന് പറഞ്ഞ അമൃത 3 ബെഡ്റൂമുകളും ഹാളും കിച്ചണും വർക്കേരിയയും അടങ്ങുന്ന ഈ വീട് പണിതെടുക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന സേവിങ്സും ബാക്കി തുക ലോണാക്കിയുമെല്ലാമാണ് വീട് പൂർത്തീകരിച്ചത്. അതിനായുള്ള ഓട്ടത്തിനിടെയാണ് അനുജൻ ജർമ്മനിയിലേക്ക് പോയതും. അതിനുശേഷം അമൃത തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും വീട് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കുകയുമായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.